ഗൈസ്, സുഖമാണോ? ഞാൻ ഇന്നലെ നമ്മൾ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇന്നലത്തെ വ്ളോഗിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇന്ന് എനിക്ക് ക്ലാസ് തുടങ്ങും, സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ. അപ്പോൾ ഇന്ന് ഞാൻ കോളേജിൽ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ മാറ്റൊക്കെ എടുത്ത് വന്നിട്ട് യോഗ ചെയ്യാൻ പോവാം കേട്ടോ. ഞാനങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല, ഞാൻ എക്സസൈസ് പോലും ചെയ്യാറില്ല. പക്ഷേ ഞാൻ വെച്ചു ഓക്കെ ഇന്ന് മുതൽ യോഗ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി മുടങ്ങാണ്ട് യോഗ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നമുക്ക് യോഗ ചെയ്യാം. അപ്പം രാവിലെ തന്നെ ഞാൻ എണീറ്റ് ടെറസിൽ കയറിയിട്ട് ഒന്ന് യോഗയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നാൽ കേട്ടോ. ഞാനങ്ങനെ എന്നും യോഗയൊന്നും ചെയ്യുന്ന ആളല്ല, ഞാൻ യോഗ അങ്ങനെ ചെയ്യാറുമില്ല, പണ്ടെപ്പോഴോ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി കുറേ ആയി എക്സസൈസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഡെയിലി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് ചെറിയ രീതിക്ക് അറിയുള്ളൂ. ഞാനും യൂട്യൂബ് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെയ്തതിൻ്റെ നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ത്രൂ ഔട്ട് ദ ഡേ. കാരണം ഇത്ര നാൾ അനങ്ങാതിരുന്നത്. കാര്യം ഡാൻസൊക്കെ ചെയ്യുമെങ്കിലും ഒരുപാട് ഇങ്ങനെ അനങ്ങി സ്ട്രെച്ച് ചെയ്തൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സ്ട്രെച്ചൊക്കെ ചെയ്തപ്പോൾ ആ ജോയിൻ്റൊക്കെ ഒന്ന് ലൂസായിട്ട് എനിക്ക് കുറച്ച് ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ പോയിട്ട് വന്നപ്പോഴാണെങ്കിലും. ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോഴും എനിക്ക് ആ ബോഡി പെയിൻ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒരുപാട് നേരമൊന്നും ചെയ്തില്ല കേട്ടോ, ഒരു 20 മിനിറ്റ്സ് തന്നെ ചെയ്തോളൂ. കാരണം നമ്മൾ ബിഗിനറല്ലേ, തുടക്കത്തിൽ തന്നെ ഒരു മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ കുളത്തിൽ പിടിച്ചാൽ എന്ത് ചെയ്യും. ഞാൻ യൂട്യൂബ് നോക്കിയാട്ടോ ചെയ്യണേ. ഞാൻ പണ്ട് എൻസിസിക്കൊക്കെ പോകുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴാണ് ചെയ്യണേ. അപ്പം ഞാൻ വീഡിയോ ക്ലിപ്പൊന്നും അധികം കാണിക്കുന്നില്ല, കാരണം ഞാൻ അത്ര പ്രോപ്പറായിട്ടല്ല ചെയ്യണേ, എനിക്കറിയില്ല. അപ്പോൾ പഠിച്ച് കഴിയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് പരിപാടികൾ നോക്കാം. എൻ്റെ കുട്ടി ഇവിടെ കിടന്ന് നല്ല ഉറക്കം. കുട്ടാപ്പൂ അയ്യോ വേണ്ട, ഇനി കുറച്ചുകൂടെ വിളിച്ചു കഴിഞ്ഞാൽ അവളെ എന്നെ ചവിട്ടി തെറിപ്പിക്കും. നമുക്ക് വേറെ വല്ല പരിപാടിക്ക് പോകും. ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ, കുളിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ കുറേ പണിയുണ്ടായിരുന്നു, മിറ്റടിക്കാനുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അടിച്ച ഡ്രസ്സ്. ഇനി ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഞാനത് റെഡി ആവാൻ പോകട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ, ഒരു കൺസീലർ, ഒരു മസ്കാര, ഒരു ഐലൈനർ, പിന്നെ ഈ പൊട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുടി ഒന്നും കെട്ടണമല്ല, ജസ്റ്റ് പിന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മുടി പറക്കാതെ കൊണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ട്, മാല ഇട്ടുണ്ട്, കമ്മലിട്ടുണ്ട്, വളയൊന്നും ഇട്ടിട്ടില്ല, പിന്നെ പൊട്ട് ഇട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ, നമുക്ക് പോകുന്നിടത്ത് കാണാം. ഓക്കെ, ലേറ്റായി, 8:45 ഇറങ്ങലായിരുന്നു. ഫുഡ് കഴിക്കണം, ഓക്കെ ബൈ. അപ്പോൾ ഞാൻ ഇപ്പോൾ വെപ്രാളം പിടിച്ച് കഴിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എത്താൻ ലേറ്റ് ആയിട്ടില്ല, പക്ഷേ അമ്മയ്ക്ക് ജോലിക്ക് പോകണം, ഞങ്ങൾ ഒരുമിച്ചാലോ പോലെ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തിയിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് അയച്ചു കെട്ടിയിട്ട് എനിക്കത്ര ഇഷ്ടമായില്ല. മുടി ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ പോയി. അപ്പോൾ ക്ലാസ്സിൽ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് ഞങ്ങളിന്ന് കറങ്ങാൻ പോവാണ് ഗൈസ്. ക്ലാസ്സില്ലേ, അപ്പം ലിഫ്റ്റിൽ പോവാം ഗൈസ്. ഞങ്ങളുടെ കോളേജിൽ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നാട്ടിക്കൊന്നുമില്ല ഗൈസ്. നമ്മൾ ലിഫ്റ്റിൻ്റെ അകത്ത് കയറി. വെരി ബ്യൂട്ടിഫുൾ, സൂപ്പർ അല്ലേ, കൊള്ളാം, ഹൈടെക് ആയി. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. നമ്മുടെ കോളേജിൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ യൂണിയൻ ഡേയുടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും നടക്കായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ ഇത് ഞങ്ങളുടെ കോളേജിലെ മിൽമയായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിക്കാനും ചായ കുടിക്കാനൊക്കെ പോവാറ്. ഇതിപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്ന് കറങ്ങി കാണാമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇറങ്ങുവാണേ. അപ്പം ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ഇപ്പുറത്തായിട്ട് ഞങ്ങൾക്ക് BFAക്കാരുടെ ക്ലാസ്സൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ആയിട്ട് വലിയൊരു പുൽക്കൂടും അതുപോലെ തന്നെ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളത് ജസ്റ്റ് അതിൽ കിടന്നിങ്ങനെ നടന്നു പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ ഞങ്ങൾ കയറി കാണാമെന്ന് എഴുതിയിട്ട് പോയതാണ്. പക്ഷേ പരിപാടികളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല, ജസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ അന്നത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ സൈഡിലൊരു വൈക്കോൽ പെയിഞ്ഞൊരു
കൊടുത്തത് കണ്ടില്ലേ നിങ്ങൾ, അതാണ് പുൽക്കൂട്, വലിയ പുൽക്കൂടാണ് കേട്ടോ. പിന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫേസ് മാത്രം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കാണണം എന്നുള്ളൊരു കാരണം ഞങ്ങൾ വേഗം പോയി കാണുക കേട്ടോ. അടുത്ത് ചെന്ന് നോക്കി കഴിഞ്ഞപ്പം അവിടെ നമ്മൾ സാധാരണ പുൽക്കൂടിന് കാണുന്ന പോലെ തന്നെ ഉണ്ണീശോൻ്റെ അമ്മ, അച്ഛൻ, അങ്ങനെ ആട്ടുകുഞ്ഞുങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ പുൽക്കൂട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ണീശോ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറേ ഡെക്കറേഷൻസ്, ക്രിസ്മസ് ട്രീ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ദേ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ BFA ബ്ലോക്ക് ആയതുകൊണ്ടിട്ട് ദേ അവിടെ കുറേ ശില്പങ്ങളും കുറേ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പോണ വഴി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് കാര്യങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനായിട്ട് അവിടെ അടുത്ത് തന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ, ശങ്കര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു. അവൾ കുറച്ചൊരു ഇങ്ങനത്തെ പ്രിൻ്റ് ഔട്ട്സ്, ഡ്രോയിങ് അതൊക്കെ കുറച്ച് ക്രേസുള്ള ആളാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയേ. അപ്പോൾ ഇപ്പം എന്താ ഞങ്ങൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ എസ്തെറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരിയാണെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇല്ല പറയില്ല അടി, നിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ കാണിക്കും, അങ്ങനെ വേണ്ട ഫ്രണ്ട്സ് ആയാൽ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ക്ലാസ്സിലേക്ക് പോകാമായിരുന്നു കേട്ടോ. സാർ അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി. ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ MSW ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബ്ലോക്ക്. ഇതിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് എൻ്റെ ക്ലാസ് വന്നിട്ട്. അപ്പോൾ ലിഫ്റ്റുള്ള കാരണം പിന്നെ കുഴപ്പമില്ല, ലിഫ്റ്റിലൊക്കെ കയറി ഞങ്ങൾ പോകുമായിരുന്നു. നേരത്തെ തുടങ്ങിയ സമയത്തൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് അടുത്താട്ടോ വന്നേ, ചുമ്മാ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര മടിയായിരുന്നു. ലിഫ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷം. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. ഞാൻ വണ്ടിക്കാണ് പോവുക. അപ്പം അത് കാരണം കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഡിസ്കഷനായിരുന്നു. അപ്പോൾ സോഷ്യൽ കേസ് വർക്കിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 3:30 ഞാൻ ഇറങ്ങി. ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട്. അതപ്പോൾ തന്നെ പഴം കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. എന്താ ഉച്ചയ്ക്ക് ചോറും കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. സോ അന്നാണ് ഞാൻ പഴം എടുത്ത് കഴിച്ചു. ഇനി ഞാൻ കിടക്കാൻ പോവാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കാൻ കേട്ടോ. എനിക്ക് വയ്യാതെയായി, കാരണം കുറേ നാളായിട്ട് ക്ലാസ്സിലൊക്കെ പോയി വന്നപ്പോൾ ക്ഷീണിച്ചു പോയി. കുറച്ച് നേരം കിടക്കട്ടെ. നമ്മള് കുഞ്ഞേച്ചി വീട്ടിലെത്തി, ഞാനും വീട്ടിലെത്തി. അപ്പം കുഞ്ഞേച്ചി കുളിച്ചില്ല, ഞാൻ കുളിച്ചു. അപ്പൊ എന്നോട് ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ബാക്കി പറഞ്ഞ ഞാൻ ഉറങ്ങി എഴുതിയപ്പോൾ ഒരാൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്കൂൾ വന്നിട്ട് കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് സുന്ദരി ആയിട്ട്. ഇനി ഞാൻ പോയി ഓൾവേസ് ബ്യൂട്ടി ക്യൂൻ അപ്പോൾ ഞാനിനി പോയി കുളിച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ട് നീ ഉണ്ടാക്കും. ഇന്ന് ഇവളാണ് ഗൈസ് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ചായ കുടിക്കാൻ കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എഴുതാനും പഠിക്കാനൊന്നുമില്ല, കാരണം ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വരെ പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലവ് യു ഓൾ, ബൈ.